ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു പാലപ്പത്തിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് 250 ml ഒരു കപ്പിൽ പച്ചരി കുതിർത്താനിട്ടിട്ടുണ്ടായിരുന്നു. 8 മണിക്കൂറോളം കുതിർത്തിയതിന് ശേഷം അതിലോട്ട് ഒരു പിടി അവൽ ചേർക്കാം. അവൽ ഒന്ന് കുതിർന്ന് വരാൻ 10-15 മിനിറ്റ് എടുക്കും. അതിനുശേഷം നമുക്കിത് അരച്ചെടുക്കാം. ഇതൊന്ന് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു റവ കുറുക്കിയത് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാത്രം ചൂടാക്കാൻ വെച്ച് അതിലോട്ട് ഒരു ചെറിയ കപ്പിൽ ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ടീസ്പൂണോളം റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് വറുത്ത അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണം. തീ ഫുള്ളാക്കി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് പോലും സമയം എടുക്കില്ല അതൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട്. കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഈ ഒരു പരുവത്തിലാണ് ഇപ്പോൾ ഓഫ് ചെയ്തിരിക്കുന്നത്. ഇനി തണുത്ത് വരുമ്പോൾ അത് കട്ടയാവും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് അവിലും നന്നായി കുതിർന്നിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ മിക്സ് ചെയ്യാണ്. നമ്മൾ വേവിച്ച് വെച്ച റവയും 4 to 5 ടീസ്പൂണോളം ചിരകിയ തേങ്ങയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ടത് ഒരു 4 ടീസ്പൂണോളം പഞ്ചസാരയാണ്. ഇത്രയും പഞ്ചസാര ചേർത്താൽ ഒരു ലൈറ്റ് മധുരം നമ്മുടെ അപ്പത്തിനുണ്ടാവും. കുറച്ചുകൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ 6 ടീസ്പൂൺ വരെ നമുക്ക് മധുരം ചേർക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് ആണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിലാണ് ഈസ്റ്റ് ചേർക്കുന്നത്. നമ്മൾ നോർമൽ ഈസ്റ്റ് ചേർക്കുകയാണെങ്കിൽ അതാദ്യം പഞ്ചസാര വെള്ളത്തിലൊന്ന് പുളിപ്പിക്കാൻ വെച്ചതിന് ശേഷം വേണം ഇതിലിട്ടിട്ട് ഒരുമിച്ച് അരച്ചെടുക്കാൻ വേണ്ടി. അരച്ചെടുത്തതിന് ശേഷം അത് അതിൻ്റെ പൊന്തി വരാൻ വേണ്ടി നമുക്ക് വെയിറ്റിംഗ് പീരീഡും 8 to 9 മണിക്കൂർ വരെ എടുക്കും. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് ആക്കിയെടുക്കാം. ഇതെല്ലാം നമുക്കൊന്ന് മിക്സിയുടെ ജാറിലോട്ടിട്ട് അരച്ചെടുക്കണം. ഞാൻ 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അരപ്പ് നമുക്കൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് ഞാൻ സൂക്ഷിക്കുന്നത്. ഞാൻ കുറച്ച് തണവുള്ള സ്ഥലത്ത് താമസിക്കുന്നതുകൊണ്ട് തന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്താലും എനിക്ക് ഒരു 4 to 5 മണിക്കൂറോളം എടുക്കും അത് പൊന്തി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൽ വെക്കുന്നതാണ് നല്ലത്. സ്റ്റീൽ പാത്രങ്ങളൊക്കെ ആകുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയർ തണുക്കുന്നതിനനുസരിച്ച് ആ പാത്രവും തണുത്ത് നമ്മുടെ മാവ് പെട്ടെന്ന് പൊങ്ങിക്കിട്ടില്ല. ഇതിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കത് അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മുഴുവനായിട്ടും എയർ ടൈറ്റായിട്ട് അടച്ചു വെക്കരുത്. അങ്ങനെ വെക്കുമ്പോൾ ഇതിൽ ഗ്യാസ് ഫോം ചെയ്ത് അത് പെട്ടെന്ന് ആ അടപ്പ് തുറന്നു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അടയ്ക്കുമ്പോൾ കുറച്ച് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അടയ്ക്കുക. ഞാനിതൊരു 4 മണിക്കൂറോളം കഴിഞ്ഞാണ് എടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് പൊന്തി വന്നിട്ടുണ്ട്. അപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് മാവെടുത്ത് കോരി ഒഴിച്ച് അപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് ഹോൾസ് വരുള്ളൂ. അപ്പച്ചട്ടി ചൂടാക്കി അതിലോട്ട് 1.5 തവി മാവ് ഒഴിച്ചിട്ട് ഞാനൊന്ന് ചുറ്റിച്ച് അടച്ചു വെക്കുന്നുണ്ട്. ഫ്ലെയിം ഒരു മീഡിയം ലെവലിലിടണം. തീരെ ലോയും ആക്കണ്ട, ഭയങ്കര ഹൈയും ആക്കണ്ട. മീഡിയത്തിൽ ഇട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ അപ്പം വെന്ത് കിട്ടും. നിങ്ങൾക്ക് കാണാം ഇപ്പം നല്ല രീതിയിൽ ഹോൾസ് വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് അപ്പമാണ്. സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. ഞാനത് ബീഫ് സ്റ്റൂവിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ബീഫ് സ്റ്റൂവിൻ്റെ റെസിപ്പി നമ്മൾ ഉടൻ തന്നെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് അപ്പം ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.